So when we analyze Peter's life, we can see he's a very good listener. അപ്പൊ പത്രോസിന്റെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പത്രോസ് നല്ലൊരു ശ്രോതാവായിരുന്നു. So let's turn to John chapter 6. We are reading from John chapter 6, verse 63. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം വായിക്കാം. It is the Spirit who gives life. Yeah, you can read in Malayalam, then I'll read in English. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസമൊന്നും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. So here we can see it is the Spirit who gives life. The flesh profit nothing. The word that I speak to you are spirit and they are life. So this word came from our Lord Jesus Christ. യേശു കർത്താവിന്റെ തിരുവാമൊഴിഞ്ഞതാണ് ഈ വാക്കുകൾ എന്ന് കാണാൻ സാധിക്കുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. So all the disciples were listening what Jesus preached that day. തന്റെ ശിഷ്യന്മാരെല്ലാവരും യേശു കർത്താവ് അന്ന് പ്രസംഗിച്ച ആ ഒരു വേദ ഭാഗത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So I was looking the Saint Peter's statement. He took 100% what Jesus said it in his heart. ഞാനപ്പോൾ പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. കർത്താവ് പ്രസംഗിച്ചതിന് അല്ലെങ്കിൽ പറഞ്ഞതിനെ 100% പൂർണ്ണമായും അതിന് സ്വീകരിക്കുന്ന ഒരു തലമായിരുന്നു പത്രോസിലുണ്ടായിരുന്നത്. So how many are here to God? I want to take all as it is in my heart, and that's where my life is going to be. എത്ര പേര് ഈ പകൽക്കാലം പത്രോസിനെ പോലെ ആയിരിക്കുന്നു? കർത്താവ് പറയുന്നതിന് അതേപോലെ 100% വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക എന്നൊക്കെ വേണം. എത്ര പേർ ദൈവസന്നിധിയിലായിരിക്കുന്നു? So here we can see the word I speak. Who is speaking? Jesus is speaking. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന വചനം. ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? ദൈവം, യേശു കർത്താവാണ് സംസാരിക്കുന്നത്. So that word is spirit. ആ വചനം എന്ന് പറയുന്നത് ആത്മാവാകുന്നു. Then that spirit gives life. ആ ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു. So the purpose Jesus came to give life in abundance. യേശു ഭൂമിയിൽ വന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ജീവൻ നൽകുവാനാണ്, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ്. Especially eternal life. പ്രത്യേകാൽ നിത്യജീവൻ. So Peter was listening those words. ആളുകൾ ആ വചനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Then how you prove that Peter was listening 100% to Jesus' word? നമുക്ക് എങ്ങനെ അത് വിശ്വസിക്കാനായിട്ട് സാധിക്കും 100% ആളുകൾ ആ വചനത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്ന്? Let's turn to the same John chapter 6 verse 67. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 67-ാമത്തെ വാക്യത്തിലോട്ടൊന്ന് കടന്നു വരാം. Then Jesus said to the 12, do you also want to go away? അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. Then the Peter answered, but Simon the Peter answered him, Lord, to whom shall we go? You have the word of eternal life. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. So we sang today, പ്രിയനെ ഞാൻ എവിടെ പോകും, നിന്നിൽ ജീവന്റെ മൊഴികളുണ്ടല്ലോ. നമ്മൾ പാടിയല്ലോ, my dear one, my beloved one, there is the word of eternal life is in you. So how many believe that Jesus gave that eternal life to you? ഈ പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിത്യജീവൻ കർത്താവ് നമുക്കായിട്ട് നൽകിയിട്ടുണ്ടെന്ന്? Then verse 69, I was so happy that Peter made that statement. Let's read the same chapters. John chapter 6 verse 69.
പത്രോസ് ആ ഒരു പ്രസ്താവന പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഒന്നുകൂടി വായിക്കാം. ആ സെയിം അധ്യായത്തിലെ 6-ാം അധ്യായത്തിലെ 69-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്ന ഉത്തരം പറ. Okay, also we have come to believe that you know that you are the Christ, the Son of the living God. So we have the Christ living God in us. So we don't have to go anywhere. He's always with us. Amen. ആമേൻ. ഇവിടെ പറയുന്ന പോലെ നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പരിശുദ്ധനെ അറിയാൻ സാധിച്ചത് കൊണ്ട് നമുക്ക് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. I just prayed like 2 or 3 gather in the name of Jesus, the presence of God, the living God is with us. Amen. ഒരു പ്രാർത്ഥിച്ചതുപോലെ 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാനുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്തുകൊണ്ട് ആ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. So Peter asked Jesus, where are we going to go? I'm not going to anywhere. I'm going to stay with you because you have the eternal word. പത്രോസ് ഇങ്ങനെ പറയാനിടയായി, ഞാൻ വേറെ എവിടെ പോകാനാ? കാരണം നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കുമെന്ന് പറയാനിടയായി. So when we gather together, we praise God, we worship God, then we have word also from the scripture, we receive it. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ തിരുവചനത്തിൽ നിന്നും ദൈവിക അരുളപ്പാടുകൾ നാം സ്വീകരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. So how many believe that I'm here for a purpose to receive that living word from the scripture from Jesus Christ? എത്ര പേർ വിശ്വാസത്തോടായിരിക്കും ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കർത്താവിന്റെ പക്കൽ നിന്നും തിരുവാമൊഴികളെ സ്വീകരിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എത്ര പേർ വിശ്വസിക്കുന്നു? This is the best place you are in now. നിങ്ങൾ ആയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത്. You don't have to worry about anything. You are in the presence of God. God will take care of everything. മറ്റൊന്നിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ കുറിച്ചും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. As BG Pastor prayed, the peace is going to prevail your life. Wherever you are, the peace is going to prevail. പറഞ്ഞതുപോലെ ദൈവിക സമാധാനം നിങ്ങൾ എവിടെ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ മേൽ അത് വാഴുകാൻ പോവുകയാണ്. അത് നിങ്ങളെ പൊതിയാൻ പോവുകയാണ്. The only thing as a children of God is expecting us to walk in faith. ഒറ്റ കാര്യം ദൈവമക്കളെ നിലയിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മൾ വിശ്വാസത്തിൽ യാത്ര ചെയ്യണം, വിശ്വാസത്തിൽ നടക്കണം. So I'm going to take a couple of words related to faith. വിശ്വാസത്തെ കുറിച്ചുള്ള 1-2 വാക്യങ്ങൾ കൂടി ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുകയാണ്. The time is limited, so let God give undivided attention like a Peter, he receive it. നമുക്ക് സമയം വളരെ കുറച്ചുള്ളൂ. എന്നാൽ പോലും പത്രോസ് യേശുവിനെ ശ്രദ്ധിച്ചിരുന്നത് പോലെ നമുക്ക് ആ ദൈവജനത്തോട് ശ്രദ്ധയെ കൊണ്ടുപോകാം. So we can read Hebrews chapter 1 verse 11. Let me read it in English. Hebrews chapter 11 chapter, Hebrews chapter 11 verse 1. Now faith is the substance of things hoped for, the evidence of things not seen. വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. So in faith, the substance is the matter, the confidence that matters to our life. The confidence, substance means the matter, the confidence. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് നാം ആശിക്കുന്നതിന്റെ ഉറപ്പും അപ്പോൾ തന്നെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. So the word of God, that's the substance, that is the matter, bring to pass the faith. ഇവിടെ ദൈവത്തിന്റെ വചനമാണ് നാം ആശിക്കുന്നതിന്റെ ഉറപ്പും നാം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. So faith comes by hearing. So Peter was hearing, and now he declared, you have the eternal life. You have the living word. That's where he make his own life. So he don't want to go anywhere. He want to stay with Jesus. കേൾവി ദൈവവചനത്താൽ വിശ്വാസം നമ്മുടെ മേൽ വരുന്നത്. അവിടെ പത്രോസിനെ സംബന്ധിച്ച് പത്രോസ് ദൈവവചനത്തെ കേൾവിക്കായി ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ അവൻ ഇരിക്കാൻ താല്പര്യപ്പെട്ടു. മറ്റെങ്ങോട്ടും അവന് പോവേണ്ട ആവശ്യമില്ലായിരുന്നു. So faith comes by hearing the word.
വിശ്വാസം വരുന്നത് ദൈവവചന കേൾവിയാലാണ്. So we can read Romans chapter 10 verse 17. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. Faith comes by hearing, and hearing the word of God, is it? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. So Saint Peter was listening to Jesus. He got faith. Then he don't want to go anywhere. So we are in the right spot now. Amen. പത്രോസ് അപ്പോസ്തലൻ യേശു കർത്താവിനെ ശ്രദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നിൽ വിശ്വാസം, ദൈവവചന കഴിവിലൂടെ വിശ്വാസം തന്നിൽ വരുവാൻ തക്ക ഇടയാക്കി വന്നു. അതുകൊണ്ട് മറ്റെവിടേക്കും തനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. So we can see all the promises of God are yes and amen in Christ. നമുക്കറിയാം, ദൈവത്തിൽ നിന്നുള്ള നമ്മളുള്ള എല്ലാ വാഗ്ദത്തങ്ങളും എപ്പോഴും ആമേൻ ആമേൻ എന്നാണ്. 1 Corinthians chapter 1 verse 20. 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 1 Corinthians chapter 1:20. Yeah. 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താത്വികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? I think 2 Corinthians, sorry. 2 Corinthians chapter 1 verse 20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവുന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ തന്നെ. So all the word of God in Jesus Christ, they are yes and amen. Whatever Jesus said, that word is spirit that must give life. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും അത്രേ. Amen. So how you build up that faith in our life, what we have to do to get to that strong faith? എങ്ങനെ നമുക്ക് ആ വിശ്വാസം നമ്മുടെ ലൈഫിൽ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും? എങ്ങനെ വിശ്വാസം നമുക്ക് പണിയപ്പെടാൻ സാധിക്കും? So we have the human will, we have the human desire, and God also has a divine will. നമുക്ക് മാനുഷികമായ നമ്മളുടെ ഇച്ഛകളും താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന് ദൈവികമായ ഇച്ഛകളും ദൈവികമായ താല്പര്യങ്ങളും നമ്മളെ കുറിച്ചുണ്ട്. So God will is there with all the promises, with all the words there. So our desire, I want that promise with my as a human desire. ദൈവത്തിന്റെ ഹിതങ്ങൾ, ദൈവികമായ രീതിയിലുള്ള ദൈവഹിതങ്ങളും താല്പര്യങ്ങളും നമ്മളെ കുറിച്ചുണ്ട്. അപ്പോൾ തന്നെ നമ്മൾക്ക് മാനുഷികമായ രീതിയിലുള്ള നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ താല്പര്യങ്ങളൊക്കെയാണ് നമുക്കും ഉള്ളത്. So how many are ready to make your human will desire in line up with the word of God? Amen. എന്നാൽ ഈ പകൽക്കാലം എത്ര പേര് നമ്മളുടെ മാനുഷികമായ ഇഷ്ടങ്ങളെ ദൈവവചനവുമായി ക്രോഡീകരിച്ച് അതിന് താല്പര്യത്തോടെ ആ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ഇഷ്ടത്തെ മാറ്റിയെടുക്കുവാൻ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്. Then that dynamic action happen, miracles are going to happen. ആ ഒരു ഡൈനാമിക് പ്രവൃത്തി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. Because it is written, the promises there, when your heart take hold of those promises as your will align with the divine will of God, miracles and breakthroughs are going to happen. കാരണം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനങ്ങൾ ഉവ്വ് എന്നും അവിടുത്തെ വാഗ്ദത്തങ്ങൾ എപ്പോഴും ആമേൻ എന്ന് വായിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ലൈഫിൽ അതുപോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങും. How many believe that based on the word, I'm going to bring my desire, human desire, based on the word, and it's going to become a living word, line up with the divine word of God, and miracles and breakthroughs are going to happen. Amen. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാം, എന്റെ ഇഷ്ടങ്ങളെ ദൈവവചനത്തിൽ അധിഷ്ഠിതമാക്കി അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവഹിതത്തിനനുസരിച്ച് എന്റെ ലൈഫിനെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എന്റെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അതിശയങ്ങൾ സംഭവിക്കുമെന്ന് പകൽക്കാലം എത്ര പേർ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്?
Glory to God. God said it. We believe it. We say amen. We receive it. And we have the abundance of life. കാരണം ദൈവം അത് പറഞ്ഞിരിക്കുകയാണ്, നമ്മളത് വിശ്വസിക്കുക, നമ്മളതിനെ ഏറ്റെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ജീവിത സമൃദ്ധിയാലും അത്ഭുതങ്ങളാലും നിറയാൻ ഇടയാക്കിയിരുന്നു. So the substance of your faith is coming from His word. നിങ്ങൾ ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള ആശ്രയത്തിലാണ്. Heaven will pass away, earth will pass away, but the word I proclaim never ever going to pass away. ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ അത് ഒരിക്കലും മാറിപ്പോകുന്നതല്ല. It is written, it is written, it is written, it's going to come to pass. അത് എഴുതിയിരിക്കുന്നു, അത് അങ്ങനെ തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. Today, with limited time, I'm going to start with different type of faith. ഇന്ന് അല്പസമയമുള്ള ഞാൻ വിവിധ തരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചും കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. The first is mutual faith. ആദ്യത്തെ എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസം, മ്യൂച്വൽ ഫെയ്ത്ത്. So we agree on one promise, we agree horizontally, we agree those promises in our life. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ അതിനോട് താല്പര്യം യോജിക്കുക. So we take the same promises and we agree together horizontally. നമ്മൾ ആ പ്രോമിസിനെ എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ആ പ്രോമിസിനെ, ആ വാഗ്ദത്തത്തെ നമ്മൾ വിശ്വസിക്കുക. Then bring vertically to God. അതിനെ നമ്മൾ ദൈവസന്നിധിയിലോട്ട് വെർട്ടിക്കലായിട്ട് നമ്മൾ അതിനെ ദൈവസന്നിധിയിലോട്ട് ഉയർത്തുക. പിന്നീട് So if two people agree in anything based on the word, God is ready to answer. Amen. ആരെങ്കിലും രണ്ടുപേര് ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ അത് നടക്കാൻ പോവുകയാണ്. Let's read Romans chapter 1 verse 12. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തിരും ചില വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. Yeah, that I may encourage together with you by mutual faith, both of you and me. So here we can see mutual faith. They are praying together and they are encouraged. Amen. നമുക്ക് കാണാൻ സാധിക്കുന്നു, നിങ്ങൾക്കും എനിക്കും ഒരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. That's what we call mutual faith. അതിനാണ് നമ്മൾ ഒത്തൊരുമിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നത്. Then there is another faith called weak faith. അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസത്തെ കുറിച്ച് കാണാൻ സാധിക്കുന്നു, ബലഹീനമായ വിശ്വാസം. So no one wants that weak faith in our life. ആർക്കും നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള ബലഹീനമായ ഒരു വിശ്വാസം ഉണ്ടാവരുത്. But it's never going to bring any effectiveness in our life. കാരണം അത് നമ്മുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള നന്മയും കൊണ്ടുവരുന്നില്ല. So let's read Romans chapter 4 verse 19. നമുക്ക് റോമർക്കെഴുതിയ 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിനോട് കടന്നു വരുമ്പോൾ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാഠഗർഭാവത്തിന്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസം ക്ഷീണിച്ചില്ല. So he never get weakened in faith. കാണാൻ സാധിക്കുന്നു, അവൻ ഒരിക്കൽ പോലും തന്റെ വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. Weak faith means you start then you stop. അതായത് ബലഹീന വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ തന്നെ നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുന്നു. We don't continue. നമ്മൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. We look at the circumstances, we look at the evidences, how we feel, all those things, and after we see, we stop. നമ്മൾ ചുറ്റുപാട് നോക്കുന്നു, സാഹചര്യങ്ങൾ നോക്കുന്നു, അതിന് അനുകൂലമായ സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതില്ല എന്ന് കാണുമ്പോൾ അപ്പോൾ തന്നെ അതവിടെ അവിശ്വാസം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോവുകയാണ്. So it never worked. ഒരിക്കലും നമ്മൾ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. So we don't want weak faith. അതുകൊണ്ട് തന്നെ നമുക്ക് ബലഹീനമായ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമില്ല.
The next one, the third one is strong faith. അടുത്ത വിശ്വാസം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമാണ്. So that brings result. അത് തീർച്ചയായിട്ടും നമ്മൾ ലൈഫില് ഫലങ്ങളെ കൊണ്ടുവരുന്നതാണ്. So you're going to proclaim the word of God until you get life out of it. നമ്മൾ ദൈവവചനത്തെ പ്രഖ്യാപിക്കും തോറും നമ്മുടെ ലൈഫിൽ അത് ജീവനെ കൊണ്ടുവരാൻ ഇടയായിത്തീരും. So you're going to say it until you see the result. നമുക്ക് റിസൾട്ട് കിട്ടുന്നോളം വരെ നമ്മൾ ദൈവവചനത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. Your heart is ready to receive that word and hold it until you see it, regardless what the condition is. നമ്മൾ ആ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തെ തുറന്ന് അതിനെ സ്വീകരിക്കുകയും അതിന് റിസൾട്ട് കാണുന്നിടം വരെയും അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. In Abraham's life, he never weakened in faith. അബ്രഹാമിന്റെ ലൈഫിൽ നോക്കുമ്പോൾ ഒരിക്കൽ പോലും താൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. He continued what God promised. God is able to perform it. ദൈവം തന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ തന്റെ ലൈഫില് അത് നിവർത്തിക്കാൻ ദൈവം ശക്തനെന്ന് ദൈവത്തിൽ അവൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. Then he gave glory to God. He went to the next level, gave glory to God. അടുത്ത തലം എന്ന് പറയുന്നത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായിത്തീർന്നു. He was fully persuaded that God is able to perform what God promised in his life. അവൻ അവന്റെ ജീവിതത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ദൈവം തന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ തന്റെ ലൈഫിൽ അതിനെ നിവർത്തിച്ച് തരുവാൻ ദൈവം വിശ്വസ്തനെന്ന് അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. So in Peter's life, he heard the word, you have the living word, you have the eternal life, where I'm going to go? പത്രോസിന്റെ ലൈഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസ് ഇങ്ങനെ പറയാനിടയെത്തിയൊന്ന് നിത്യജീവന്റെ മൊഴികൾ കർത്താവേ അങ്ങയുടെ പക്കലാണ്, പിന്നെ ഞാൻ വേറെ എവിടെയാ പോകേണ്ടത്. So if God proclaims something in the scripture, that is your living word. You don't have to go anywhere, regardless, whatever the condition it may be, you stay and you stick what you say and let God perform it. He's able to perform it 100%. ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ വായ്മൊഴിയായിട്ട് ദൈവം നമുക്ക് സംസാരിക്കുമ്പോൾ ആ വചനത്തിൽ നാം നിലനിൽക്കാൻ തയ്യാറാകണം. അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മറ്റെവിടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. 100% ആ വചനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ അതിൽ വിശ്വസിച്ച് അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറാകണം. You don't ask your friend, you don't ask anybody. This is the word I got, living word I got. I'm going to stand with that word until I see what God promised through that word. നമ്മൾ മറ്റാരോടും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വചനത്തെ വിശ്വസിക്കുക. ഇതാണ് ദൈവവചനം, ഇതാണ് ദൈവത്തിനോടുള്ള സംസാരിക്കാനുള്ളത്. നമ്മൾ വിശ്വസിച്ച് അതിനെ സ്വീകരിച്ച് നാം ധൈര്യത്തോടെ നിൽക്കാൻ തയ്യാറാകുമ്പോൾ മറ്റെവിടെ നാം പോകേണ്ട ആവശ്യം വരുന്നില്ല. When we lift up this double-edged sword, this is the sword of spirit, give life, life in abundance. That's what we live. ഈ ഇരുവായത്തിലുള്ള വചനത്തെ നാം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇത് ആത്മാവിന്റെ വാളാണ്. ഇത് നമ്മുടെ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ആത്മാവിന്റെ വാളാണ്. അതിൽ നമ്മൾ വിശ്വസിക്കുക. അത് 100% ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മുടെ ലൈഫിൽ അത് നിറവേറ്റി തരുവാൻ ഇടയായിത്തീരും. When we hold this, we have the authority. നമ്മൾ ഇതിനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് അധികാരമുണ്ട്. That's why Luke 10:19 said, behold, that's Jesus' word. Behold, I give authority to trample all snakes and scorpions and over all the power of the enemy. അതുകൊണ്ട് തന്നെയാണ് ലൂക്കോസ് സുവിശേഷം 10:19 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. All the power of the enemy. ശത്രുവിന്റെ എല്ലാ ബലത്തെയും. His place is under our feet all the time. പിശാചിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാൽക്കീഴയാണ്. Because this will give life, life in abundance. Everything has to bow down. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് ജീവൻ തരും, സമൃദ്ധിയായ ജീവൻ, എല്ലാ തരത്തിലും സമൃദ്ധിയായ ജീവൻ ദൈവത്തിന്റെ വചനം നമുക്ക് തരും. So thank God we have a strong faith. കാരണം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, നമുക്ക് ദൈവസനയിൽ പൂർണ്ണമായ ഒരു വിശ്വാസമുള്ളതിനായിട്ട്. Let's glorify God. Thank God for giving that strong faith in
our life, in our family, and we're going to keep moving until we see the result. നമുക്ക് ശക്തമേറിയ ഒരു വിശ്വാസം ദൈവസേനയിലെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആഴമേറിയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസേന നമുക്ക് ഓരോരുത്തരുമായിരിക്കാം. Let me conclude here. Father, we thank you. We have the mutual faith and we receive that, and also the week